ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയുടെ പിൻഗാമി യഹിയ സിൻവറും കൊല്ലപ്പെട്ട റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ സിൻവർ കൊല്ലപ്പെട്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറഞ്ഞത്. ഇപ്പോഴിതാ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് യഹിയ സിൻവർ തിരിച്ചെത്തിയിരിക്കുന്നു. ഇസ്രയേലിന്റെ അവകാശവാദങ്ങൾക്ക് വൻ തിരിച്ചടിയായി മാറി സിൻവറിന്റെ പ്രത്യക്ഷപ്പെടൽ. ഹനിയയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ പുതിയ ഹമാസ് മേധാവിയും കൊല്ലപ്പെട്ടത് വലിയ വിജയമായി ഇസ്രയേൽ ഉയർത്തിക്കാട്ടിയിരുന്നു. സിൻവാർ വെടിനിർത്തൽ മധ്യസ്ഥരുമായി ബന്ധപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഖത്തറിലെ ഗസ വെടിനിർത്തലിന് മധ്യസ്ഥരായി നിൽക്കുന്നവർക്ക് സന്ദേശം അയച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഗസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഒന്നിൽ യഹിയ സിൻവറും കൊല്ലപ്പെട്ടെന്നായിരുന്നു ഇസ്രയേൽ അവകാശപ്പെട്ടത്. ഇസ്രയേലി മാധ്യമങ്ങളും നിരീക്ഷകരും സിൻവറിനെ കാണാനില്ലെന്നും വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. ഇസ്രയേലിന് വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനോട് താല്പര്യമില്ലെന്നും അതിനാലാണ് സിൻവർ ഇടനിലക്കാരുമായി ബന്ധപ്പെട്ടതെന്നും ചാനൽ 12 ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. സിൻവർ ബന്ദി വെടിനിർത്തൽ വിഷയങ്ങളിൽ തന്റെ മുൻ നിലപാട് മാറ്റിയിട്ടില്ലെന്നും ചാനൽ 12 ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഹമാസ് നേതാവ് 25 കിലോഗ്രാം ഡൈനാമിറ്റും ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഗസയിലെ തുരങ്കത്തിലൂടെ ഡൈനാമിറ്റുമായി പോകുന്ന സിൻവാറിന്റെ ദൃശ്യം പ്രചരിച്ചിരുന്നു. ഹമാസ് മേധാവിയായി ചുമതല ഏറ്റെടുത്ത ശേഷം സിൻവർ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. നേതൃസ്ഥാനത്തെത്തിയതിനു ശേഷം മാത്രമല്ല, ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹിയ പൊതുവേദികളിൽ എത്തിയിട്ടുള്ളൂ. ഇസ്രയേൽ ചാരക്കണ്ണുകളെ വെട്ടിച്ചാണ് സിൻവർ ഒളിവിൽ പോയതെന്നാണ് കണക്കുകൂട്ടൽ. ഇസ്മയിൽ ഹനിയയുടെ കാലത്ത് ഗാസയിൽ ഹമാസിനെ നയിച്ചത് യഹിയ സിൻവർ ആയിരുന്നു. ജൂലൈ 31 ടെഹ്റാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത്. ഹനിയയുടെ കൊലപാതകത്തിന് മുൻപേ തന്നെ ഹമാസിന്റെ അടുത്ത നേതാവാകാൻ കെൽപ്പുള്ള ആളെന്ന വിശേഷണം യഹിയയ്ക്ക് ചാർത്തിക്കിട്ടിയിരുന്നു. ഹമാസിന്റെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ അഹോരാത്രം പ്രയത്നിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം. പൊതുവെ കർക്കശക്കാരനും രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന പ്രകൃതവുമാണ് സിൻവർ. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് സിൻവർ. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇസ്രയേലികളായ 1200 പേരാണ് കൊല്ലപ്പെട്ടത്. 300ഓളം പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. 2017 മുതലാണ് ഗാസയിൽ ഹമാസിനെ നയിക്കാനുള്ള ഉത്തരവാദിത്തം യഹിയ സിൻവറിലേക്ക് എത്തിയത്. അതുവരെ താരതമ്യേന ദുർബലമായിരുന്ന ഹമാസിനെ ഇന്ന് കാണുന്ന ഇസ്രയേലിന്റെ മുഖ്യ എതിരാളിയാക്കി മാറ്റിയതിനു പിന്നിൽ സിൻവറിന്റെ സംഘടനാ പാഠവും അധികാരവും സ്വാധീനവുമാണുള്ളത്. 2017 ഹമാസിന്റെ ഗാസയിലെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പൊതുവേദികളിൽ സിൻവർ അധികം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. വളരെ അപൂർവമായി പ്രത്യക്ഷപ്പെട്ട പൊതുയോഗങ്ങളിൽ ഒന്നിൽ സിൻവർ തന്നെ കൊലപ്പെടുത്താൻ ഇസ്രയേലിനെ വെല്ലുവിളിക്കുക പോലും ചെയ്തു. യഹിയ അടക്കമുള്ള ഇസ്രയേൽ ഹമാസ് നേതാക്കളെ അടക്കം പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന് ഇസ്രായേൽ സൈന്യം പലകുറി പലതരത്തിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനിടെ യഹിയ കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഹമാസ് വൃത്തങ്ങൾ ഇത് തള്ളിക്കളയുകയും വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു.